എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീ ഉമാമഹേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. കൊല്ലം ശ്രീ ഉമാമഹേശ്വര ക്ഷേത്ര സന്നിധിയിൽ എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 10 മണി മുതൽ സുമംഗലി പൂജ ആരംഭിക്കുന്ന വിവരം എല്ലാ ഭക്തജനങ്ങളോടും സന്തോഷപൂർവ്വം അറിയിച്ചുകൊള്ളുന്നു. ദാമ്പത്തിക ഐക്യത്തിനും ഭാര്യ ഭർത്തൃ ബന്ധം സുഗമമായി പോകുന്നതിനും വേണ്ടി ശ്രീ ഉമാമഹേശ്വര സന്നിധിയിൽ എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 10 മണി മുതൽ സുമംഗലി പൂജ ആരംഭിക്കുകയാണ്. കൈലാസനാഥൻ കല്യാണ രൂപത്തിൽ കുടുംബസമേതം വാണരുളി അനുദിനം ശക്തി ചൈതന്യം ചൊരിഞ്ഞുകൊണ്ട് ഒരേ പീഠത്തിൽ ഉപവിഷ്ടരായിരിക്കുന്ന കൊല്ലം ശ്രീ ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ ദീർഘസുമംഗലി കുടുംബ ഐശ്വര്യ പൂജ ഈ ഫെബ്രുവരി മാസം 15-ാം തീയതി മുതൽ ആരംഭിക്കുകയാണ്. എല്ലാ കുടുംബത്തിലും ദാമ്പത്യ ഐക്യത്തിനും ദാമ്പത്യ കലഹം നീങ്ങുന്നതിനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറി സർവ്വ ഐശ്വര്യത്തോടുകൂടി അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നതിനും വേണ്ടി സുമംഗലികൾക്ക് പങ്കെടുക്കാവുന്ന ഏറ്റവും ഉത്തമമായ ഒരു പൂജയാണ് കൊല്ലം ശ്രീ ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ ആരംഭിക്കുന്ന ഈ ദീർഘസുമംഗലി പൂജ. ഈ പൂജയിൽ പങ്കെടുക്കുന്ന സുമംഗലികളായ സ്ത്രീകൾ എല്ലാവർക്കും സർവ്വവിധ ഐശ്വര്യവും ഉമാമഹേശ്വരൻ്റെ അനുഗ്രഹത്തിൽ ഉണ്ടാകുന്നതാണ്. 21 വ്യാഴാഴ്ച തുടർച്ചയായിട്ടാണ് ഈ പൂജയിൽ പങ്കെടുക്കേണ്ടത്. 21 വ്യാഴാഴ്ച ഈ പൂജയിൽ പങ്കെടുത്തു കഴിയുമ്പോൾ അവർക്ക് സകലവിധ ഐശ്വര്യവും ഫലസിദ്ധിയും ഉണ്ടാകുന്നതാണ്. പൂജയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ 120 രൂപ അടച്ച് നമുക്ക് ക്ഷേത്ര സ്റ്റാളിൽ നിന്ന് തന്നെ സ്വീകരിക്കാവുന്നതാണ്. കുടുംബത്തിൽ നിലനിൽക്കുന്ന കലഹങ്ങളെല്ലാം മാറി ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആ ഒരു ദീർഘമായ ഒരു ബന്ധം നിലനിൽക്കുന്നതിന് വേണ്ടിയാണ് ഈ സുമംഗലി പൂജ നടത്തുന്നത്. കനകധാര ശ്ലോകവും ശ്രീസൂക്തവും ഉൾപ്പെടെയുള്ള അതിവിശിഷ്ടമായ മന്ത്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന ഈ പൂജയിൽ എല്ലാ സുമംഗലികളും പങ്കെടുക്കേണ്ടതാണ്. കൊല്ലം ശ്രീ ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ എല്ലാ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും രാവിലെ 7:30 മുതൽ 12 മണി വരെ വിവാഹ തടസ്സം നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടി മംഗല്യ പൂജ നടക്കുന്നു. അതായത് സ്വയംവര പൂജ നടക്കുന്നുണ്ട്. ഈ സ്വയംവര പൂജയിൽ പങ്കെടുത്ത് അർച്ചനയും ചെയ്ത് പൂജ സമർപ്പിക്കുമ്പോൾ എല്ലാ കുട്ടികളുടെയും മംഗല്യത്തിലുണ്ടായിരിക്കുന്ന തടസ്സങ്ങളെല്ലാം മാറി ആ വിവാഹം സഫലമാകുന്നു. നമ്മൾക്ക് സമയദോഷം കൊണ്ട് ഉണ്ടാകുന്ന ഈ മംഗല്യ തടസ്സത്തിൽ ശിവപാർവതിമാർ ഒരുമിച്ച് കുടികൊള്ളുന്ന ശ്രീ ഉമാമഹേശ്വര ക്ഷേത്ര സന്നിധിയിൽ വന്ന് 12 ആഴ്ച ഈ സ്വയംവര പൂജയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹ ആശീസ്സുകൾ ലഭിക്കുന്നു. ഈ പൂജയിൽ പങ്കെടുത്ത് അനേകായിരം കുട്ടികൾക്കാണ് വിവാഹ ഭാഗ്യം ഉണ്ടായിരിക്കുന്നത്. ഭഗവാന്റെ തിരുസന്നിധിയിൽ വരാനും ഭഗവാന്റെ നാമജപങ്ങളിൽ പങ്കെടുത്ത് ഈ സ്വയംവര പൂജയെ അർച്ചന ചെയ്ത് നമ്മളുടെ കാര്യം ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ച് പൂജയിൽ പങ്കെടുക്കുമ്പോൾ എല്ലാ കുട്ടികളുടെയും മംഗല്യ തടസ്സം മാറ്റി ഭഗവാൻ വിവാഹ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുന്നു. ശിവപാർവതിമാരുടെ അനുഗ്രഹം ഉണ്ടാകുന്ന ഭക്തർക്ക് മംഗല്യത്തിൽ ഉണ്ടായിരിക്കുന്ന യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ മുന്നോട്ട് വളരെ ഭംഗിയായി കുടുംബജീവിതം നയിക്കാൻ സാധിക്കുന്നു. വിവാഹം കഴിഞ്ഞവർക്കും ഈ സ്വയംവര പൂജയിൽ പങ്കെടുക്കാവുന്നതാണ്. അവരുടെ ദാമ്പത്യ സൗഖ്യത്തിനും അവർ ദാമ്പത്യത്തിലുണ്ടായിരിക്കുന്ന കലഹങ്ങൾ മാറുന്നതിനും എല്ലാം ഈ പൂജയിലൂടെ സാധിക്കുന്നു. 12 ആഴ്ചയാണ് ഈ പൂജ എടുക്കേണ്ടത്. ഭഗവാന്റെ തിരുസന്നിധിയിൽ വരാനും ഭഗവാന്റെ നാമജപങ്ങളിൽ പങ്കെടുക്കാനും ഈ സ്വയംവര പൂജയിൽ പങ്കെടുക്കാനും നമ്മൾക്ക് ഈ കലിയുഗ കാലഘട്ടത്തിൽ ഭഗവാൻ ഒരവസരം തന്നിരിക്കുകയാണ്. ഭഗവാന്റെ തിരുസന്നിധിയിൽ വന്ന് പൂജയിൽ പങ്കെടുക്കുന്ന ഒരു ഭക്തരെയും ഭഗവാൻ കൈവിടുകയില്ല. ഭഗവാന്റെ തിരുസന്നിധിയിൽ വന്ന് ഭഗവാന്റെ സഹസ്രനാമം ജപിച്ച് ഭഗവാന്റെ ഉമാമഹേശ്വര അഷ്ടോത്തരം ജപിച്ച് ഭഗവാന്റെ സ്വയമന്ത്ര മന്ത്രം ജപിച്ച് ഈ പൂജയിൽ പങ്കെടുക്കുമ്പോൾ നമ്മളുടെ വിവാഹത്തിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അത് ഭഗവാൻ മാറ്റിത്തരുന്നു.
ഉദയാർദ്രകിരണം ഉണരും മുഷസ്സിന്റെ തിരിനാളമായിന്നും ഉണരുന്നിതാ. അഴകേഴുമോരോ മലരായി മാറി തിരയുന്നിതാ നിന്റെ ചേവടി. ആദിവ്യാധികൾ തീർന്നൊഴിഞ്ഞിടും ആർദ്രമാകുന്ന വന്ദനം. ശ്രീവിളങ്ങിടും ശ്രീലകത്തിലെ ശ്രീതരും തിരുവന്ദനം. കൊല്ലം ശ്രീ ഉമാമഹേശ്വര വന്ദനം. സദാ മന്ദസ്മിതങ്ങൾ തൂകുന്ന മാംഗല്യരൂപമേ വന്ദനം. ശൈലശൃംഗങ്ങൾ കൈകൂപ്പി നിൽക്കുന്ന ശൈവഗൗരീശ വന്ദനം. ശ്രീവിളങ്ങിടും ശ്രീലകത്തിലെ ശ്രീതരും തിരുവന്ദനം. കൊല്ലം ശ്രീ ഉമാമഹേശ്വര വന്ദനം. തിരുതാലി തിരുസവിധമണിയിച്ചു പൂജിച്ചു വരമേറെ നേടുന്ന വന്ദനം. തിരുമൗലിയിൽ തൂകും കലയായി മാറിയാൽ അതിലേറെ ദിവ്യമാം സൗഹൃദം. ശ്രീവിളങ്ങിടും ശ്രീലകത്തിലെ ശ്രീതരും തിരുവന്ദനം. കൊല്ലം ശ്രീ ഉമാമഹേശ്വര വന്ദനം. പുലരി വന്നൊരു മാത്ര നെറുകിൽ തലോടി പുതുജീവിതം തരും വന്ദനം. ജപമന്ത്രമറിയാതെ ഉഴലുന്ന യാമത്തിൽ അകപുറം നിറയുന്ന വന്ദനം. ശ്രീവിളങ്ങിടും ശ്രീലകത്തിലെ ശ്രീതരും തിരുവന്ദനം. കൊല്ലം ശ്രീ ഉമാമഹേശ്വര വന്ദനം. ശ്രീഗണനാഥനും ശ്രീമുരുകേശനും സവിധം വിളങ്ങിടും ശ്രീലകം. സുഖദുഃഖരാപ്പകൽ പാപപുണ്യങ്ങളെ സുഹൃതമായി മാറ്റുന്ന വന്ദനം. ശ്രീവിളങ്ങിടും ശ്രീലകത്തിലെ ശ്രീതരും തിരുവന്ദനം. കൊല്ലം ശ്രീ ഉമാമഹേശ്വര വന്ദനം.
തിരുവനന്തൻ സദാ തിരുസവിധമാകവേ തിരുദിവ്യ ചൈതന്യമേകുന്നിടം ഈശ്വരീ ദേവിയും ഈരേഴുലകിൻ്റെ പുണ്യമായി തീരുന്ന പൊന്നമ്പലം ശ്രീവിളങ്ങിടും ശ്രീലകത്തിലെ ശ്രീതരും തിരുവന്ദനം കൊല്ലം ശ്രീ ഉമാമഹേശ്വര വന്ദനം.